ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കെയർ പ്ലാനെക്കുറിച്ചും ഡെയിലി ആക്ടിവിറ്റീസിനെക്കുറിച്ചും കംഫർട്ട് പൊസിഷൻസ്, കംഫർട്ട് ഡിവൈസ്, ടൈപ്സ് ഓഫ് ഡയറ്റിനെ കുറിച്ചാണ് പഠിച്ചു നിർത്തിയത്. ഇന്നത്തെ നമുക്ക് പഠിക്കാനുള്ളത് വൈറ്റൽ സയൻസിനെ കുറിച്ച് പഠിക്കണം, ബെഡ് മേക്കിംഗ്, ഓൾഡ് ഏജ് പീപ്പിളിനുള്ള പ്രോബ്ലംസിനെ കുറിച്ചും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചും മിത്സ് ആൻഡ് ഫാക്ട്സിനെ കുറിച്ചുമാണ് പഠിക്കാനുള്ളത്. വൈറ്റൽ സയൻസ് ഓഫ് ദി ബോഡി. Vital signs are essential body functions comprising body temperature, pulse rate, respiration, and blood pressure used as a measure of health and physical condition. പേഷ്യൻറ്റിൻ്റെ ബോഡി ഫങ്ഷൻസ്, അതായത് ബോഡി ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ബോഡി ടെമ്പറേച്ചർ ഉണ്ട്, പൾസ് റേറ്റ് ഉണ്ട്, റെസ്പിറേഷൻ ഉണ്ട്, ബ്ലഡ് പ്രഷർ ഉണ്ട്. അതെല്ലാം പേഷ്യൻ്റ് ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ച് മെഷർ ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ വൈറ്റൽ സയൻസ് എന്ന് പറയുന്നത്. വൈറ്റൽ സയൻസ് ആർ ഓൾസോ നോൺ ആസ് കാർഡിനൽ സയൻസ്. വൈറ്റൽ സയൻസിനെ കാർഡിനൽ സയൻസ് എന്നും പറയും. The important vital signs are the following: body temperature, pulse, respiratory rate, blood pressure. Pain is the fifth vital sign. Important ആയിട്ടുള്ളത് ബോഡി ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേറ്ററി റേറ്റ്, ബ്ലഡ് പ്രഷർ. പെയിൻ പിന്നെ ഫിഫ്ത്ത് വൈറ്റൽ സൈൻ ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ഇനി ബോഡി ടെമ്പറേച്ചർ. Body temperature may be defined as the degree of heat maintained by the body, or it is the balance between heat produced and heat lost in the body. ബോഡി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് അല്ലെങ്കിൽ ബാലൻസ് ബിറ്റ്വീൻ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഹീറ്റ് ലോസ്റ്റ് ഇൻ ദി ബോഡി. നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റും ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ഹീറ്റും തമ്മിലുള്ള ബാലൻസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ബോഡി ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ഹീറ്റ് യൂണിറ്റ്സ് കോൾഡ് ഡിഗ്രീസ്. ഡിഗ്രീസിലാണ് നമ്മളിത് മെഷർ ചെയ്യുന്നത്. ഹീറ്റ് റെഗുലേറ്റിംഗ് സെൻറ്റർ ഈസ് ദ ഹൈപ്പോതലാമസ് സിറ്റുവേറ്റഡ് ഇൻ ദി ബ്രെയിൻ. ബ്രെയിനിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഹൈപ്പോതലാമസിലാണ് നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നത്. ബോഡി ടെമ്പറേച്ചർ ഈസ് മെഷേർഡ് ബൈ ആൻ ഇൻസ്ട്രുമെൻറ്റ് കോൾഡ് തെർമോമീറ്റർ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് അളക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് തെർമോമീറ്റർ. ടൈപ്സ് ഓഫ് തെർമോമീറ്റർ ആർ ക്ലിനിക്കൽ തെർമോമീറ്റർ, ഡിജിറ്റൽ ഓർ ഇലക്ട്രോണിക് തെർമോമീറ്റർ, ടിംപാനിക് മെംബ്രെയിൻ തെർമോമീറ്റർ, ടെമ്പറൽ ആർട്ടറി തെർമോമീറ്റർ, chemical disposable thermometer. Clinical thermometer, digital or electronic thermometer, tympanic membrane thermometer, temporal artery thermometer, chemical disposable thermometer. ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ തെർമോമീറ്റർ ആണ്. ഇനി സൈറ്റ്സ് ഓഫ് ടേക്കിംഗ് ടെമ്പറേച്ചർ. എവിടെ വെച്ചൊക്കെയാണ് നമ്മൾ ടെമ്പറേച്ചർ നോക്കുന്നത്? മൗത്ത്, വായിൽ, ആക്സില നമ്മുടെ കക്ഷത്തിൽ, റെക്റ്റത്തിൽ വെച്ച്, ടിംപാനിക് മെംബ്രെയിനിൽ വെച്ച്, വജൈനയിലും ഗ്രോയിനിലും വെച്ചാണ് നമ്മൾ ടെമ്പറേച്ചർ അളക്കുന്നത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് അല്ലെങ്കിൽ ബോഡി ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഏജ്, എക്സസൈസ്, ടൈം ഓഫ് ദ ഡേ, ഇമോഷൻ, എൻവയോൺമെൻറ്റൽ, ഫാസ്റ്റിംഗ്. ഏജ് എന്താണെന്ന് നോക്കാം. ബോത്ത് ദ യങ് ആൻഡ് വെരി ഓൾഡ് പീപ്പിൾ ആർ മോർ സെൻസിറ്റീവ് ടു ചേഞ്ചസ് ഇൻ ദി ടെമ്പറേച്ചർ. പ്രായം കൂടിയ ആളൊന്നുമില്ല, ഏറ്റവും പ്രായം കുറഞ്ഞ ആളൊന്നുമില്ല. ടെമ്പറേച്ചർ എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം, കൂടുകയും ചെയ്യാം, കുറയുകയും ചെയ്യാം. എക്സസൈസ്. എ ഹെവി എക്സസൈസ് ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ. ഒത്തിരി ഭാരിച്ച് എക്സസൈസ് ചെയ്യുവാണെങ്കിൽ ടെമ്പറേച്ചർ കൂടാൻ സാധ്യതയുണ്ട്. ടൈം ഓഫ് ദ ഡേ. ഇറ്റ് ഈസ് ലെസ് ഇൻ ദ മോർണിംഗ് ആൻഡ് മോർ ഇൻ ദി ഈവനിങ്. മോർണിംഗിൽ ടെമ്പറേച്ചർ കൂടാൻ സാധ്യതയും ഈവനിങ്ങിൽ കുറയാൻ സാധ്യതയുമുണ്ട്. ഇമോഷൻസ്. ടെമ്പറേച്ചർ മേ വേരി ഇൻ സ്ട്രോങ് ഇമോഷൻസ്. നമ്മുടെ വികാരങ്ങൾ ഒത്തിരി കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടാനുള്ള സാധ്യത ഉണ്ട്. എൻവിറോൺമെൻറ്റൽ. ഹോട്ട് ആൻഡ് കോൾഡ് ടെമ്പറേച്ചർ മേ ഇൻഫ്ലുവൻസ് ദി ബോഡി ടെമ്പറേച്ചർ. ചൂട് കാലാവസ്ഥയും തണുത്ത കാലാവസ്ഥയും നമ്മുടെ ബോഡി ടെമ്പറേച്ചറിൽ വ്യതിയാനങ്ങൾ വരുത്തും. ഫാസ്റ്റിംഗ്. ദ പേഴ്സൺ ഹൂ ടേക്ക് നോ ഫുഡ് മേ ഹാവ് എ ലോ ടെമ്പറേച്ചർ. പേഷ്യൻ്റ് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അവർക്ക് ലോ ടെമ്പറേച്ചർ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇനി സ്കെയിൽസ്. അതായത് ബോഡി ടെമ്പറേച്ചർ ക്യാൻ ബി മെഷേർഡ് ഇൻ സെൽഷ്യസ് ഓർ ഫാരൻഹീറ്റ് സ്കെയിൽ. സെൽഷ്യസിലോ ഫാരൻഹീറ്റ് സ്കെയിലിലോ ആണ് ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. ഫോളോയിങ് ഫോർമുലാസ് ആർ യൂസ്ഡ് ഇൻ കൺവേർട്ടിംഗ് വാല്യൂസ്. ഫാരൻഹീറ്റിനെ എങ്ങനെ സെൽഷ്യസിലാക്കും, സെൽഷ്യസിനെ എങ്ങനെ ഫാരൻഹീറ്റിലാക്കും എന്നുള്ള രണ്ട് ഫോർമുലയുണ്ട്. സി ഈസിക്കൽ ടു, അതായത് സെൽഷ്യസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? F-32, എഫ് എന്ന് പറഞ്ഞാൽ ഫാരൻഹീറ്റ്, ഇൻറ്റു 5/9. അടുത്തത് ടു കൺവേർട്ട് സെൽഷ്യസ് ടു ഫാരൻഹീറ്റ്. സെൽഷ്യസിനെ എങ്ങനെ ഫാരൻഹീറ്റിലാക്കും? ഫാരൻഹീറ്റ് ഇസിക്കൽ ടു, അതായത് F ഇസിക്കൽ ടു C ഇൻറ്റു 9/5. സി എന്ന് പറഞ്ഞാൽ സെൽഷ്യസ് പ്ലസ് 32. ഈ രണ്ട് ഫോർമുലയാണ് സെൽഷ്യസിനെയും ഫാരൻഹീറ്റിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നത്. നോർമൽ ബോഡി ടെമ്പറേച്ചർ അക്കോർഡിംഗ് ടു ദി സൈറ്റ്. ഓറൽ ടെമ്പറേച്ചർ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. റെക്ടൽ ടെമ്പറേച്ചർ 99.6 ഡിഗ്രി ഫാരൻഹീറ്റ്. ആക്സിലറി ടെമ്പറേച്ചർ 97.6 ഡിഗ്രി
ഫാരൻഹീറ്റ്. ഇനി ടെമ്പറേച്ചറിലുള്ള വേരിയേഷൻസ് വരുന്ന ചില വാക്കുകളുണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. വേരിയേഷൻസ് ഓഫ് ടെമ്പറേച്ചർ. ഫീവർ അല്ലെങ്കിൽ നമ്മൾ പൈറക്സിയ എന്ന് പറയും. ഫീവർ ഓർ പൈറക്സിയ ഇസ് ഡിഫൈൻഡ് ആസ് ദ റൈസ് ഇൻ ദ ബോഡി ടെമ്പറേച്ചർ എബവ് 99 ഡിഗ്രി ഫാരൻഹീറ്റ്. ഫീവർ അല്ലെങ്കിൽ പൈറക്സിയ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഊഷ്മാവ് 99 ഡിഗ്രി ഫാരൻഹീറ്റിൽ എബവ് ആണെങ്കിലാണ് ഫീവർ അല്ലെങ്കിൽ പൈറക്സിയ എന്ന് പറയുന്നത്. ഹൈപ്പർതെർമിയ ഓർ ഹൈപ്പർ പൈറക്സിയ. വെൻ ദ ബോഡി ടെമ്പറേച്ചർ ഈസ് റേസ്ഡ് ടു 105 ഡിഗ്രി ഫാരൻഹീറ്റ്. ശരീരോഷ്മാവ് 105 ഡിഗ്രിയിൽ കൂടുതലാകുമ്പോഴാണ് നമ്മൾ ഹൈപ്പർതെർമിയ അല്ലെങ്കിൽ ഹൈപ്പർ പൈറക്സിയ എന്ന് പറയുന്നത്. ഹൈപ്പോതെർമിയ. ഇഫ് ദ ടെമ്പറേച്ചർ ഫോൾസ് ബിലോ 95 ഡിഗ്രി ഫാരൻഹീറ്റ് ഓർ 35 ഡിഗ്രി സെൽഷ്യസ് ദ കണ്ടീഷൻ ഈസ് കോൾഡ് ഹൈപ്പോതെർമിയ. പേഷ്യൻറ്റിൻ്റെ ശരീരോഷ്മാവ് 95 ഡിഗ്രി താഴുകയോ ചെയ്യുന്ന കണ്ടീഷനെയാണ് ഹൈപ്പോതെർമിയ എന്ന് പറയുന്നത്. റോൾ ഓഫ് GD ഇൻ ഗിവിംഗ് കെയർ ഓഫ് പേഷ്യൻ്റ് വിത്ത് ഫീവർ. ഫീവറുള്ള പേഷ്യൻറ്റിന് കെയർ കൊടുക്കുമ്പോൾ GDക്കുള്ള പങ്ക് എന്താണ്? റൂം ഷുഡ് ബി വെൽ വെന്റിലേറ്റഡ്. നല്ല വായുസഞ്ചാരമുള്ള മുറിയായിരിക്കണം പേഷ്യൻറ്റ് കൊടുക്കുന്നത്. പ്രൊവൈഡ് ടെപ്പിഡ് സ്പഞ്ച്. പേഷ്യൻറ്റിന് ടെപ്പിഡ് സ്പഞ്ച് കൊടുക്കണം. ടെപ്പിഡ് സ്പഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ തുണി നനച്ചിട്ട് നെറ്റിയിലും നമ്മുടെ ആക്സിലയിലും ഒക്കെ വെച്ച് കൊടുക്കണം. പ്രൊവൈഡ് ഡ്രൈ ക്ലോത്തിങ് ആൻഡ് ബെഡ് ലിനൻ. പേഷ്യൻറ്റിന് ഉണങ്ങിയ വസ്ത്രവും ഉണങ്ങിയ ബെഡ് ലിനനും ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. എൻകറേജ് ടു ടേക്ക് പ്ലെൻറ്റി ഓഫ് ഓറൽ ഫ്ലൂയിഡ്സ്. ധാരാളം വെള്ളം കുടിക്കാൻ പേഷ്യൻറ്റിനോട് പറയണം. പ്രൊവൈഡ് ഈസിലി ഡൈജസ്റ്റബിൾ ഫുഡ്. പെട്ടെന്ന് ദഹിക്കത്തക്കത് ഭക്ഷണം കൊടുക്കുക. പ്രൊവൈഡ് കാം ആൻഡ് ക്വയറ്റ് എൻവയോൺമെൻറ്റ്. ശാന്തതയുള്ള ഒരു അന്തരീക്ഷം പേഷ്യൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. പ്രൊവൈഡ് ഓറൽ ഹൈജീൻ, മൗത്ത് കെയർ അല്ലെങ്കിൽ വായ വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് പറയുക. ചെക്ക് വൈറ്റൽ സൈൻസ് ഫ്രീക്വൻ്റ്ലി. ടെമ്പറേച്ചറും പൾസ്, റെസ്പിറേഷൻ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നെവർ ലീവ് ദ ക്ലയൻറ്റ് എലോൺ. പേഷ്യൻറ്റിനെ തനിയാക്കിയിട്ട് പോകാനായിട്ട് പാടില്ല. പ്രൊവൈഡ് റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്. പേഷ്യൻ്റ് ആവശ്യത്തിന് വിശ്രമവും ഉറക്കവും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. പൾസ്, നാഡിയിടുപ്പ്. പൾസ് ഈസ് ആൻ ഓൾട്ടർനേറ്റ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ റൈസ് ആൻഡ് റീകോയിൽ അല്ലെങ്കിൽ ഫോൾ ഓഫ് ആൻ ആർട്ടറി ആസ് ദ വേവ് ഓഫ് ബ്ലഡ് ഈസ് ഫോഴ്സ്ഡ് ത്രൂ ഇറ്റ് ഡ്യൂറിങ് ദ കൺട്രാക്ഷൻ ഓഫ് ദി ലെഫ്റ്റ് വെൻട്രിക്കിൾ. രക്തധമനികളുടെ വികസനവും റീകോയിലും ചുരുങ്ങുകയും ചെയ്യുന്ന സമയത്ത് വേവ് ഓഫ് ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ കൺട്രാക്ഷൻ സമയത്ത് അതിനകത്ത് പുഷ് ചെയ്ത് കയറുമ്പം ഒരു ശബ്ദം ഉണ്ടാകും. അതിനെയാണ് നമ്മൾ പൾസ് എന്ന് പറയുന്നത്. സൈറ്റ്സ് ഫോർ ചെക്കിംഗ് പൾസ്. എവിടെയൊക്കെ നമ്മൾ പൾസ് ഫീൽ ചെയ്യാനായിട്ട് പറ്റും? ടെമ്പറൽ ആർട്ടറി, കരോട്ടിഡ് ആർട്ടറി, ബ്രേക്കിൽ ആർട്ടറി, റേഡിയൽ ആർട്ടറി, ഫെമറൽ ആർട്ടറി, പൊപ്ലേറ്റൽ ആർട്ടറി, ഡോസാലിസ് പീഡിസ്, പോസ്റ്റീരിയർ ടിബിയൽ ആർട്ടറി, എപ്പിക്കൽ പൾസ്. സൈഡിലൊരു ഫിഗർ ഞാൻ തന്നിട്ടുണ്ട്. ആ ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ഈ പറഞ്ഞ സൈറ്റ്സുകളൊക്കെ എവിടെയാണെന്നുള്ളത്. നോർമൽ പൾസ് റേറ്റ് ഇൻ ആൻ അഡൽട്ട് ഈസ് 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റ്. ഒരു അഡൽട്ടിൽ കാണുന്ന നോർമൽ പൾസ് റേറ്റ് എന്ന് പറഞ്ഞത് 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ 60 തൊട്ട് 100 വരെ പൾസ് ബീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നോർമൽ പൾസ് റേറ്റ് എന്ന് പറയുന്നത്. ആവറേജ് പൾസ് റേറ്റ് ഇൻ അഡൽട്ട് ഈസ് 70 to 80 ബീറ്റ്സ് പെർ മിനിറ്റ്. ആവറേജ് പൾസ് റേറ്റ് 70 to 80 ബീറ്റ്സ് ആണ്. ഇനി പൾസിലുണ്ടാവുന്ന കോമൺ വേരിയേഷൻ ടക്കിക്കാർഡിയ ആൻഡ് ബ്രാഡിക്കാർഡിയ. ടക്കിക്കാർഡിയ, പൾസ് റേറ്റ് എബോവ് 100 ബീറ്റ്സ് പെർ മിനിറ്റ്. നമ്മുടെ നാഡിയിടുപ്പ് 100 ബീറ്റ്സിന് മുകളിലാണെങ്കിൽ, അതായത് ഒരു മിനിറ്റിൽ 100 പ്രാവശ്യത്തിന് മുകളിൽ പൾസ് അടിക്കുകയാണെങ്കിൽ ടക്കിക്കാർഡിയ എന്ന് പറയും. ബ്രാഡിക്കാർഡിയ എന്ന് പറഞ്ഞാൽ പൾസ് റേറ്റ് ബിലോ 60 ബീറ്റ്സ് പെർ മിനിറ്റ്. 60 ബീറ്റ്സിൽ കുറവ് പൾസ് നമുക്ക് ഫീൽ ചെയ്താൽ അതിനെ ബ്രാഡിക്കാർഡിയ എന്ന് പറയും. നെക്സ്റ്റ് വൺ ഈസ് റെസ്പിറേഷൻ, ശ്വാസോച്ഛ്വാസം. റെസ്പിറേഷൻ ഈസ് ദ ആക്ട് ഓഫ് ബ്രീത്തിങ്. ശ്വാസോച്ഛ്വാസത്തിനെയാണ് നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഇൻ ഓക്സിജൻ ആൻഡ് ഗിവിംഗ് ഔട്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ്. ഓക്സിജനെ നമ്മൾ അകത്തോട്ട് വലിച്ചെടുക്കുകയും കാർബൺ ഡയോക്സൈഡിനെ പുറന്തള്ളുകയും ചെയ്യുമ്പോഴാണ് ശ്വാസോച്ഛ്വാസം നടക്കുന്നത്. നോർമൽ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ 12 to 20 ബ്രെത്ത്സ് പെർ മിനിറ്റ്. 12 തൊട്ട് 20 വരെയുള്ള ബ്രെത്ത്സ് ഒരു മിനിറ്റിൽ നമുക്ക് ഫീൽ ചെയ്യുമ്പോഴാണ് നോർമൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അബ്നോർമൽ റെസ്പിറേഷൻസ് ഏതൊക്കെയാണ്? ടെക്കിപ്നിയ, റെസ്പിറേറ്ററി റേറ്റ് എബവ് 20 ബ്രെത്ത്സ് പെർ മിനിറ്റ്. 20ൽ കൂടുതൽ റെസ്പിറേറ്ററി റേറ്റ് ഉള്ളപ്പോഴാണ് ടെക്കിപ്നിയ എന്ന് പറയുന്നത്. ബ്രഡിപ്നിയ എന്ന് പറഞ്ഞാൽ റെസ്പിറേറ്ററി റേറ്റ് ലെസ് ദാൻ 10 ബ്രെത്ത്സ് പെർ മിനിറ്റ്. റെസ്പിറേറ്ററി റേറ്റ് 10 ബ്രെത്ത്സിൽ താഴെ ആവുമ്പോഴാണ് ബ്രഡിപ്നിയ. അടുത്തത് അപ്നിയ, ആബ്സെൻസ് ഓഫ് ബ്രീത്തിങ്. ബ്രീത്തിങ്ങേ ഉണ്ടാവത്തില്ല. ഡിസ്നിയ, ഡിഫിക്കൽട്ട് ഓർ ലേബേർഡ് ബ്രീത്തിങ്. ശ്വാസമുട്ടൽ നമ്മളിതിനെ കോമൺ ആയിട്ട് പറയും, അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി. ശ്വാസോച്ഛ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ടാവുന്ന അവസ്ഥ, അതിനെയാണ് ഡിസ്നിയ എന്ന് പറയുന്നത്. സൈനോസിസ്,
ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഓഫ് ദി സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ കോസ്ഡ് ബൈ ലാക്ക് ഓഫ് ഓക്സിജൻ ഇൻ ദി ടിഷ്യൂസ്. നമ്മുടെ കോശങ്ങളിൽ ഓക്സിജൻ്റെ അഭാവം ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്ത് തൊലിപ്പുറത്തും മ്യൂക്കസ് മെംബ്രെയിനിലും ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈനോസിസ് എന്ന് പറയുന്നത്. ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് സൈനോസിസ്. അടുത്തത് റോൾ ഓഫ് GD ഇൻ ഗിവിംഗ് കെയർ ഓഫ് ഡിസ്നിയ പേഷ്യൻറ്റ്. ഒരു ശ്വാസമുട്ടലുള്ള രോഗിക്ക് എന്തൊക്കെ കെയർ ആണ് കൊടുക്കേണ്ടത്? ഒബ്സർവ് ദ പേഷ്യൻറ്റ് ഫോർ എനി സൈനോസിസ് ആൻഡ് ചെക്ക് ദ റെസ്പിറേറ്ററി റേറ്റ്. പേഷ്യൻ്റ് എന്തെങ്കിലും ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഓഫ് ദ സ്കിന്നോ മ്യൂക്കസ് മെംബ്രെയിനോ ഉണ്ടോ എന്ന് നോക്കണം. അതോടൊപ്പം തന്നെ പേഷ്യൻറ്റിൻ്റെ റെസ്പിറേഷനും നമ്മൾ കൗണ്ട് ചെയ്യണം. പ്രൊവൈഡ് സൈക്കോളജിക്കൽ സപ്പോർട്ട്. പേഷ്യൻറ്റിന് നമ്മളൊരു മാനസികമായ സപ്പോർട്ട് കൊടുക്കണം. അവോയ്ഡ് ഓവർ ക്രൗഡിങ്. ഒത്തിരി ആൾക്കാർ കൂടി നിൽക്കാനായിട്ട് സമ്മതിക്കാൻ പാടില്ല. പ്രൊവൈഡ് ഫൗളേഴ്സ് പൊസിഷൻ ഫോർ ദ പേഴ്സൺ ബൈ യൂസിങ് ബാക്ക് റെസ്റ്റ് ഓർ പില്ലോസ്. ശ്വാസമുട്ടലുള്ള പേഷ്യൻറ്റിന് നമ്മൾ ഫൗളേഴ്സ് പൊസിഷനാണ് കൊടുക്കേണ്ടത്. എങ്ങനെയാണ് ഫൗളേഴ്സ് പൊസിഷൻ കൊടുക്കുന്നത്? ബാക്ക് റെസ്റ്റോ പില്ലോസോ യൂസ് ചെയ്ത് ഫൗളേഴ്സ് പൊസിഷൻ കൊടുക്കുക. ക്ലിയറൻസ് ഓഫ് ദ എയർവേ ബൈ യൂസിങ് മെക്കാനിക്കൽ സക്ഷൻ. ഇപ്പം പേഷ്യൻറ്റിൻ്റെ ത്രോട്ടിൽ അല്ലെങ്കിൽ ഒത്തിരി സെക്രീഷൻസ് ഉണ്ട്, അത് പുറത്തോട്ട് തുപ്പാൻ വയ്യാത്ത പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സക്ഷൻ അപ്പാരറ്റസ്, അതായത് ഇലക്ട്രിസിറ്റി വഴി നമ്മൾ പേഷ്യൻറ്റിൻ്റെ കഫം വലിച്ചെടുത്ത് കളയും. സക്ഷൻ അപ്പാരറ്റസ് യൂസ് ചെയ്ത്. ഇഫ് ദ ക്ലയൻറ്റ് ഈസ് ഹാവിങ് സൈനോസിസ് ഗീവ്സ് ഓക്സിജൻ ഇൻഹലേഷൻ. പേഷ്യൻറ്റിന് ബ്ലൂ ഡിസ്കളറേഷൻ സ്കിന്നിലുണ്ടായാൽ അപ്പോൾ തന്നെ നമ്മൾ ഓക്സിജൻ പേഷ്യൻറ്റിന് കൊടുക്കണം. അഡ്വൈസ് ബ്രീത്തിങ് ആൻഡ് കഫിങ് എക്സസൈസ്. കഫിങ് എക്സസൈസും ബ്രീത്തിങ് എക്സസൈസും നമ്മൾ ചെയ്യാനായിട്ട് പേഷ്യൻറ്റിനെ പ്രേരിപ്പിക്കണം. പ്രൊവൈഡ് സ്റ്റീം ഇൻഹലേഷൻ. ആവി പിടിക്കാനായിട്ട് പേഷ്യൻറ്റിന് കൊടുക്കണം. എൻകറേജ് ദ പേഷ്യൻറ്റ് ടു ടേക്ക് പ്ലെൻറ്റി ഓഫ് ഓറൽ ഫ്ലൂയിഡ്സ്. പ്ലെൻറ്റി ഓഫ് ഓറൽ ഫ്ലൂയിഡ്, അതായത് വെള്ളം ധാരാളം കുടിക്കാനായിട്ട് പേഷ്യൻറ്റിനെ പ്രേരിപ്പിക്കണം. അഡ്വൈസ് ടു ടേക്ക് സ്മോൾ ആൻഡ് ഫ്രീക്വൻറ്റ് ഫ്രൂട്ട്സ്. കുറച്ചളവിലും ഇടവിട്ട സമയത്തും പേഷ്യൻറ്റിനെ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കണം. നെക്സ്റ്റ് ഈസ് ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം. ബ്ലഡ് പ്രഷർ ഇസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ബ്ലഡ് ആസ് ഇറ്റ് ഫ്ലോസ് ത്രൂ ദി ബ്ലഡ് വെസൽ. രക്തക്കുഴലിലൂടെ ബ്ലഡ് പോകുമ്പോൾ എന്തുമാത്രം പ്രഷർ ഉണ്ടാവും, അതിനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. നോർമൽ റേഞ്ച് ഓഫ് ദ ബ്ലഡ് പ്രഷർ ഈസ് 120-80 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. അതായത് 120-80 മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയാണ് നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ. ദർ ആർ 2 ടൈപ്സ് ഓഫ് ബ്ലഡ് പ്രഷർ. സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറും ഉണ്ട്, ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷറും ഉണ്ട്. When the ventricles are contracting, the pressure is at its highest. This is known as systolic pressure. Ventricles contract ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രഷർ, ബ്ലഡ് വെസലിൻ്റെ പ്രഷർ അല്ലെങ്കിൽ ബ്ലഡ് വെസലിൽ കൂടി പാസ് ചെയ്യുന്ന ബ്ലഡിൻ്റെ പ്രഷർ വളരെ കൂടുതലായിരിക്കും. ആ സമയത്തുള്ള പ്രഷറിനെയാണ് നമ്മൾ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. Diastolic pressure is when the ventricles are relaxing and the blood pressure is at its lowest. Ventricles റിലാക്സ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് പ്രഷർ വളരെ കുറവായിരിക്കും. ആ പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയസ്റ്റോളിക് പ്രഷർ. വേരിയേഷൻസ് ഇൻ ബ്ലഡ് പ്രഷർ. ഹൈപ്പർ ടെൻഷൻ. ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഓഫ് അബ്നോർമലി ഹൈ ബ്ലഡ് പ്രഷർ 140-90 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. നമ്മുടെ ശരീരത്തെ രക്തസമ്മർദ്ദം 140-90 മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയിൽ കൂടുതലാണെങ്കിൽ നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അടുത്തത് ഹൈപ്പോ ടെൻഷൻ. ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഓഫ് അബ്നോർമലി ലോ ബ്ലഡ് പ്രഷർ 90/60 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. അതായത് 90/60 മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയിൽ കുറവാണ് പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് പ്രഷർ എങ്കിൽ നമ്മൾ ഹൈപ്പോ ടെൻഷൻ എന്ന് പറയും. അപ്പോൾ 2 വേരിയേഷനാണുള്ളത്, ഹൈപ്പർ ടെൻഷനും ഹൈപ്പോ ടെൻഷനും. ഇനി ഫാക്ടേഴ്സ് കോസിങ് വേരിയേഷൻസ് ഇൻ ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷറിൽ വ്യതിയാനം വരുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഏജ്. ബ്ലഡ് പ്രഷർ ഇസ് ലോവർ ഇൻ ചിൽഡ്രൻ ദാൻ ഇൻ അഡൽട്സ്. അഡൽട്സിനെക്കാട്ടി എപ്പോഴും കുറവായിരിക്കും കുഞ്ഞുങ്ങളുടെ ബ്ലഡ് പ്രഷർ. സെക്സ്. ഫീമെയിൽ യൂഷ്വലി ഹാവ് എ ലോ ബ്ലഡ് പ്രഷർ ദാൻ ഇൻ ദ മെയിൽസ്. മെയിൽസിനെക്കാട്ടി എപ്പോഴും കുറവ് ബ്ലഡ് പ്രഷർ ആയിരിക്കും. ബോഡി ബിൽഡ്. BP ഈസ് ഹയർ ഇൻ പേഴ്സൺസ് വിത്ത് ഓവർ വെയ്റ്റ്. ശരീരഭാരം കൂടുതലുള്ള ആൾക്കാർക്ക് ബ്ലഡ് പ്രഷർ കൂടുതലായിരിക്കും. ടൈം ഓഫ് ദ ഡേ. BP ഈസ് ലോവസ്റ്റ് ഇൻ ദ മോർണിംഗ് ആൻഡ് ദെൻ റൈസസ് ടു ദ പീക്ക് ഇൻ ദി ഈവനിങ്. രാവിലെയുള്ള സമയത്ത് BP കുറവായിരിക്കും, ഈവനിങ് ഉള്ള സമയത്ത് BP കൂടാനായിട്ടുള്ള സാധ്യത ഉണ്ട്. എക്സസൈസ്. മസ്കുലർ എക്സർഷൻ വിൽ റൈസ് ദി BP. വളരെ ആയാസപ്പെട്ടുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ BP കൂടാനുള്ള സാധ്യത ഉണ്ട്. പെയിൻ. സിവിയർ പെയിൻ മേ കോസ് ഇൻക്രീസ് ഇൻ ദി BP. വേദനയുള്ളപ്പം BP കൂടാൻ വളരെ സാധ്യതയാണ്. ഇമോഷൻസ് വിൽ റൈസ് BP. നമ്മുടെ വികാരങ്ങൾ BP കൂട്ടും. ഹെമറേജ്. ഇറ്റ് ക്യാൻ കോസ് ലോ ബ്ലഡ് പ്രഷർ. എന്നാൽ നമ്മുടെ ശരീരത്തിൽ ബ്ലീഡിങ്ങോ രക്തം പോക്കോ ഉണ്ടെങ്കിൽ നമുക്ക് ഹൈപ്പോ ടെൻഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതായത് ബ്ലഡ് പ്രഷർ കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നെക്സ്റ്റ് വൺ ഈസ് ഡിവൈസസ് യൂസ്ഡ് ഇൻ മെഷറിംഗ് ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ അളക്കുന്നതിന് ഉപയോഗിക്കുന്ന
ഉപകരണങ്ങൾ എന്തൊക്കെ? സ്പിഗ്മോ മാനോമീറ്റർ ആൻഡ് സ്റ്റെതസ്കോപ്പ്, ഡയറക്റ്റ് ഇലക്ട്രോണിക് മെഷർമെൻറ്റ്. സ്പിഗ്മോ മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ BP അപ്പാരറ്റസ് നമ്മൾ പറയും, കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന പേരാണ് BP അപ്പാരറ്റസ്. അതിന് മെഡിക്കൽ ടേമിൽ പറയുന്നതാണ് സ്പിഗ്മോ മാനോമീറ്റർ. ഇനി ടൈപ്സ് ഓഫ് സ്പിഗ്മോ മാനോമീറ്റർ: മെർക്കുറി സ്പിഗ്മോ മാനോമീറ്റർ, അനറോയിഡ് സ്പിഗ്മോ മാനോമീറ്റർ, ഡിജിറ്റൽ സ്പിഗ്മോ മാനോമീറ്റർ. നമ്മുടെ ഇവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മെർക്കുറി സ്പിഗ്മോ മാനോമീറ്റർ ആണ്. ഡിജിറ്റൽ സ്പിഗ്മോ മാനോമീറ്ററും യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് പാർട്സ് ഓഫ് സ്പിഗ്മോ മാനോമീറ്റർ, അതായത് BP അപ്പാരറ്റസിൻ്റെ പാർട്സ് എന്തൊക്കെയാണ്? നിങ്ങൾ ആ ഫിഗർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ബ്ലാഡർ, കഫ്, ട്യൂബ്സ്, മാനോമീറ്റർ, വാൽവ്, ഇൻഫ്ലേഷൻ പമ്പ്. ഇത്രയുമാണ് സ്പിഗ്മോ മാനോമീറ്ററിൻ്റെ പാർട്സ്. നെക്സ്റ്റ് ടോപ്പിക്, ബെഡ് മേക്കിംഗ് ഫോർ ദി പേഷ്യൻ്റ്. പേഷ്യൻറ്റിന് എങ്ങനെയാണ് ബെഡ് വിരിച്ചു കൊടുക്കുന്നത്? ബെഡ് മേക്കിംഗ് ഈസ് ആൻ ആർട്ട്. അതൊരു കലയാണ് ബെഡ് മേക്കിംഗ്. സ്കിൽഫുൾ ബെഡ് മേക്കിംഗ് കോൺട്രിബ്യൂട്ട്സ് മെറ്റീരിയലി ടു ദ പേഷ്യൻസ് കംഫർട്ട്. പേഷ്യൻറ്റിൻ്റെ കംഫർട്ടിന് വേണ്ടി അല്ലെങ്കിൽ സുഖത്തിന് വേണ്ടി നമ്മൾ ബെഡ് വിരിച്ചു കൊടുക്കുന്നു. ക്ലീൻ ആൻഡ് കംഫർട്ടബിൾ ബെഡ് ഇൻക്ലൂഡ്സ് ദ പേഷ്യൻ്റ് യൂണിറ്റ് ഇൻ ദി ഹോസ്പിറ്റൽ. ഒരു പേഷ്യൻ്റ് യൂണിറ്റിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ക്ലീൻ ആൻഡ് കംഫർട്ടബിൾ ബെഡാണ്. പർപ്പസ് ഓഫ് ബെഡ് മേക്കിംഗ്. എന്താണ് ബെഡ് മേക്കിങ്ങിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ പർപ്പസസ് എന്തൊക്കെയാണ്? എൻഷുർ കംഫർട്ട് ആൻഡ് റെസ്റ്റ് ടു ദ പേഷ്യൻറ്റ്. പേഷ്യൻറ്റിന് ആവശ്യമായിട്ടുള്ള സുഖവും റെസ്റ്റും കൊടുക്കുന്നു. ഗീവ് ദ വാർഡ് ആൻഡ് നീറ്റ് അപ്പിയറൻസ്. വാർഡ് നീറ്റായിട്ട് കിടക്കുന്നു. പ്രൊമോട്ട് ക്ലെൻലിനെസ്. ശുചിത്വം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നു. ടു മീറ്റ് ദ എമർജൻസി നീഡ് ഓഫ് ദി പേഷ്യൻ്റ് എമർജൻസി ആയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. എഫിഷ്യൻ്റ്ലി മാനേജ് ടൈം, മെറ്റീരിയൽ ആൻഡ് എഫേർട്ട്. നമ്മുടെ സമയവും നമ്മുടെ സാധനങ്ങളും നമ്മുടെ എഫേർട്ടും, അതായത് നമ്മൾ ചെയ്യുന്ന ജോലി മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ചെക്ക് ഫോർ ബെഡ് സോർ, ഓറൽ ഹൈജീൻ ആൻഡ് എ പേഷ്യൻ്റ് സ്റ്റെബിലിറ്റി ഓഫ് സെൽഫ് കെയർ. പേഷ്യൻ്റ് എന്തെങ്കിലും ശയ്യാവ്രണങ്ങളോ, പേഷ്യൻറ്റിൻ്റെ ശുചിത്വം, പേഷ്യൻ്റ് എബിലിറ്റി ഓഫ് സെൽഫ് കെയർ, ഇതെല്ലാം നമുക്ക് ബെഡ് മേക്കിംഗ് ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ടീച്ച് ദ റിലേറ്റീവ്സ് ഓഫ് ദ പേഷ്യൻ്റ് ടു ടേക്ക് കെയർ ഓഫ് സിക്ക് അറ്റ് ഹോം. ബെഡ് മേക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് പേഷ്യൻറ്റിന് കെയർ കൊടുക്കാൻ പറ്റുന്നതെന്ന് റിലേറ്റീവ്സിന് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നു. എസ്റ്റാബ്ലിഷ് ആൻ ഇഫക്റ്റീവ് റിലേഷൻഷിപ്പ് വിത്ത് ദ പേഷ്യൻ്റ്. പേഷ്യൻറ്റിനായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ്, ബന്ധം സ്ഥാപിക്കാനായിട്ട് പറ്റുന്നു. പ്രൊവൈഡ് ആക്റ്റീവ് ആൻഡ് പാസീവ് എക്സസൈസ് ടു ദി പേഷ്യൻറ്റ്. പേഷ്യൻറ്റ് തനിയെ ചെയ്യുന്ന എക്സസൈസും നമ്മൾ ചെയ്തു കൊടുക്കുന്ന എക്സസൈസും പേഷ്യൻറ്റിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനായിട്ടും പറ്റും. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ബെഡ്: ഓപ്പൺ ബെഡ്, ക്ലോസ്ഡ് ബെഡ്, അഡ്മിഷൻ ബെഡ്, ഓക്യുപ്പൈഡ് ബെഡ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് ബെഡ്, ഫ്രാക്ചർ ബെഡ്, ആംബുട്ടേഷൻ ബെഡ്, ബ്ലാങ്കറ്റ് ബെഡ്. ഓപ്പൺ ബെഡ് ഓർ സിമ്പിൾ ബെഡ്. ദിസ് ഈസ് പ്രിപ്പയർഡ് ഫോർ ആൻ ആംബുലേറ്ററി പേഷ്യൻറ്റ്. ആംബുലേറ്ററി പേഷ്യൻ്റ് എന്ന് പറയുന്നത് നടക്കുന്ന പേഷ്യൻ്റ്. ഇൻഡിക്കേഷൻ: പ്രൊവൈഡ് എ ക്ലീൻ, സ്മൂത്ത്, കംഫർട്ടബിൾ ബെഡ് ടു ദി പേഷ്യൻറ്റ്. ഒരു പേഷ്യൻറ്റിന് വളരെ ക്ലീനായിട്ടും സ്മൂത്തായിട്ടും വളരെ കംഫർട്ട് കിട്ടാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ബെഡിനെയാണ് ഓപ്പൺ ബെഡ് എന്ന് പറയുന്നത്. ക്ലോസ്ഡ് ബെഡ്: ദിസ് ഈസ് ആൻ എംപ്റ്റി ബെഡ് ഇൻ വിച്ച് ദ ടോപ്പ് കവേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഓൾ ലിനൻ ബിനീത്ത് spread is fully protected from dust and dirt until the admission of new patient. ഒരു ന്യൂ പേഷ്യൻ്റ് അഡ്മിഷൻ വരുമ്പോഴത്തേക്കും എംറ്റി ബെഡ് ഷീറ്റൊക്കെ വിരിച്ച് റെഡിയാക്കിയിടും. ആ ഷീറ്റൊക്കെ വിരിച്ചിട്ടിരിക്കുന്നതിൻ്റെ ബെഡിൻ്റെ പുറമെ ടോപ്പ് കവർ ചെയ്യുന്ന ഒരു ഷീറ്റിടും. എന്തിനാണ് നമ്മളങ്ങനെ ടോപ്പ് കവർ ചെയ്ത് ഷീറ്റിടുന്നത്? ഫുള്ളി പ്രൊട്ടക്റ്റഡ് ഫ്രം ഡസ്റ്റ് ആൻഡ് ഡർട്ട്. പൊടിയിൽ നിന്നും അഴുക്കിൽ നിന്നും ആ താഴെ കിടക്കുന്ന ഷീറ്റിനെ രക്ഷിക്കാനാണ്. അങ്ങനെ ചെയ്തിടുന്ന ബെഡിലാണ് നമ്മൾ പുതിയ പേഷ്യൻറ്റിനെ റിസീവ് ചെയ്യുന്നത്. അഡ്മിഷൻ വരുന്ന പുതിയ പേഷ്യൻറ്റിനെ റിസീവ് ചെയ്യുന്നത്. ഇൻഡിക്കേഷൻ: കീപ് ദ ബെഡ് റെഡി ഫോർ റിസീവിങ് ന്യൂ പേഷ്യൻറ്റ്. നെക്സ്റ്റ് വൺ ഈസ് ഓക്യുപ്പൈഡ് ബെഡ്. ദിസ് ബെഡ് ഈസ് പ്രിപ്പയർഡ് ഫോർ ബെഡ് റിഡൻ പേഷ്യൻറ്റ് ലയിങ് ഇൻ ദി ബെഡ്. ഈ തരത്തിലുള്ള ബെഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ബെഡ് റിഡൻ പേഷ്യൻസിന്, അതായത് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത പേഷ്യൻ്റാണ് ചെയ്യുന്നത്. പേഷ്യൻറ്റിനെ ബെഡിൽ കിടത്തിക്കൊണ്ട് തന്നെ നമ്മൾ ബെഡ് മേക്കിംഗ് ചെയ്യും. ഇൻഡിക്കേഷൻ: പ്രൊവൈഡ് എ ക്ലീൻ ആൻഡ് കംഫർട്ടബിൾ ബെഡ് വിത്ത് ലീസ്റ്റ് ഡിസ്റ്റർബൻസ് ഓഫ് ദി പേഷ്യൻറ്റ് ഇൻ ഇറ്റ്. പേഷ്യൻറ്റിന് ഒട്ടും തന്നെ ഡിസ്റ്റർബൻസ് ഇല്ലാതെ നമ്മൾ ക്ലീനായിട്ടും പേഷ്യൻറ്റിന് സുഖം കിട്ടുന്ന രീതിയിലുള്ള ബെഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. അടുത്തത് അഡ്മിഷൻ ബെഡ്. ദിസ് ഈസ് പ്രിപ്പയർഡ് ഫോർ ദ ന്യൂലി അഡ്മിറ്റഡ് പേഷ്യൻറ്റ്. ന്യൂലി അഡ്മിറ്റഡ് പേഷ്യൻറ്റിന് വേണ്ടി നമ്മൾ തയ്യാറാക്കി ഇട്ടേക്കുന്ന ബെഡ്. അടുത്തത് ഇൻഡിക്കേഷൻ: പ്രൊവൈഡ് മിനിമം ഡിസ്റ്റർബൻസ് ടു ദ പേഷ്യൻറ്റ് ഡ്യൂറിങ് അഡ്മിഷൻ, ബാത്ത് ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ. പേഷ്യൻ്റ് ഒ പിയിൽ നിന്ന് ഫിസിക്കൽ എക്സാമിനേഷനൊക്കെ കഴിഞ്ഞ് വാർഡിൽ വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് പേഷ്യൻറ്റിന് മിനിമം ഡിസ്റ്റർബൻസ് പോലും ഇല്ലാതെ റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന ബെഡാണ് അഡ്മിഷൻ ബെഡ്.
നെക്സ്റ്റ് വൺ ഈസ് കാർഡിയാക് ബെഡ്. ദിസ് ഈസ് പ്രിപ്പയർഡ് ഫോർ എ പേഷ്യൻറ്റ് വിത്ത് ഹാർട്ട് ഡിസീസ്. ഹാർട്ട് ഡിസീസ് ഉള്ള പേഷ്യൻറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ബെഡാണ് കാർഡിയാക് ബെഡ്. ഇതിൻ്റെ ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ ആവശ്യകത എന്ന് പറയുന്നത് റിലീവ് ഡിസ്നിയ, ശ്വാസം മുട്ടലുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അത് കുറയ്ക്കാനായിട്ട്, അസിസ്റ്റ് ഇൻ റിക്കവറി ഓഫ് ദി പേഷ്യൻറ്റ്. ഇപ്പോൾ ഹാർട്ട് ഡിസീസ് ഉള്ള ആൾക്ക് നെഞ്ചുവേദനയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും റിക്കവറിയിൽ വേണ്ടുന്ന പേഷ്യൻറ്റ്. പ്രൊവൈഡ് കംഫർട്ട് ടു ദി പേഷ്യൻറ്റ്. പേഷ്യൻറ്റിന് സുഖകരമായ ഒരു എൻവയോൺമെൻറ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ പേഷ്യൻ്റ് സുഖത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. പ്രിവെൻറ്റ് കോംപ്ലിക്കേഷൻ, സങ്കീർണതകൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ പേഷ്യൻറ്റിന് കാർഡിയക് ബെഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നു. അടുത്തത് പോസ്റ്റ് ഓപ്പറേറ്റീവ് ബെഡ്. ദിസ് ഈസ് ദ ബെഡ് പ്രിപ്പയർ ഫോർ ദ പേഷ്യൻറ്റ് ഹു ഹാസ് അണ്ടർഗോൺ സർജറി. ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യൻറ്റിനെ കിടത്താനായിട്ടാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ബെഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻഡിക്കേഷൻ പ്രൊട്ടക്ഷൻ ബെഡ് ലിനൻ ഫ്രം വൊമിറ്റിംഗ്, ബ്ലീഡിംഗ്, ഡിസ്ചാർജസ്. പേഷ്യൻറ്റിന് സർജറി കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ വൊമിറ്റ് ചെയ്യുകയോ എന്തെങ്കിലും ബ്ലീഡിങ്, രക്തസ്രാവം ഉണ്ടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ചാർജസ് ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് ബെഡ് ലിനനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ബെഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. പ്രൊവൈഡ് കംഫർട്ട് ടു ദി പേഷ്യൻറ്റ്. പിന്നെ പേഷ്യൻറ്റ് കംഫർട്ട് കൊടുക്കാനും. നെക്സ്റ്റ് വൺ ഈസ് ഫ്രാക്ചർ ബെഡ്. This is a hard, firm bed designed for the patient with fracture, particularly of spine, pelvis or femur. ഫ്രാക്ചർ ബെഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒടിവും ചതവും. അങ്ങനെയുള്ള പേഷ്യൻറ്റിന് ഹാർഡായിട്ട് ഫേമായിട്ട് ഉള്ള ബെഡ് ഡിസൈൻ ചെയ്ത് കൊടുക്കും. എവിടെയൊക്കെ ഫ്രാക്ചർ ഉള്ളതാണ് കൂടുതലായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ബെഡുകൾ പ്രിപ്പയർ ചെയ്യുന്നത്? സ്പൈൻ ഫ്രാക്ചർ, നട്ടലിന് ഫ്രാക്ചർ, പെൽവിസ് ഇടുപ്പല്ലിന് ഫ്രാക്ചർ, ഫീമർ തൊടയലിന് ഫ്രാക്ചറുള്ള പേഷ്യൻ്റ്. ഇങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ ഹാർഡ് ഫേമായിട്ട് ബെഡ് ഡിസൈൻ ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രാക്ചർ ബെഡ്. ഇനിയും അതിൻ്റെ ആവശ്യകത എന്ത്? എയ്ഡ് ഇൻ ഇമ്മൊബിലൈസിങ് ദ ഫ്രാക്ചർ. ഇമ്മൊബിലൈസ് എന്ന് പറഞ്ഞാൽ അനക്കാതെ വെക്കുക. ഒടിവും ചതവും ഉള്ള ഭാഗങ്ങൾ അനക്കാതെ വെക്കുന്നതിന്. പ്രിവെൻറ്റ് അൺനെസസറി പെയിൻ ഒഴിവാക്കുന്നതിന്. പ്രൊവൈഡ് വാംത്ത് ആൻഡ് കംഫർട്ട് ടു ദി പേഷ്യൻറ്റ്. പേഷ്യൻറ്റിന് സുഖവും പേഷ്യൻറ്റിന് വാംത്തും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്രാക്ചർ ബെഡ് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആംബ്യൂട്ടേഷൻ ബെഡ്. ബെഡ് ഈസ് പ്രിപ്പയർഡ് ഫോർ എ പേഷ്യൻറ്റ് വിത്ത് ആംബ്യൂട്ടേഷൻ ഓഫ് ദ ലെഗ് ടു ടേക്ക് ഓഫ് ദി വെയ്റ്റ് ഓഫ് ബെഡ് ക്ലോത്ത്സ് ഓഫ് സൈറ്റ് ഓഫ് ദി ഓപ്പറേഷൻ. ആംബ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ബോഡിയുടെ ഒരു ഭാഗം മുറിച്ചു മാറ്റുന്നു. അതിനെയാണ് നമ്മൾ ആംബ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ആംബ്യൂട്ടേഷൻ ഓഫ് ദി ലെഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടിൻ്റെ അവിടെ തൊട്ട് താഴോട്ട് അങ്ങ് മുറിച്ച് മാറ്റുക. അപ്പം മുറിച്ച് മാറ്റി ആ അവയവം അങ്ങ് മാറ്റിക്കളയുന്നു. അതിനെയാണ് ആംബ്യൂട്ടേഷൻ. അപ്പം അങ്ങനെയുള്ള പേഷ്യൻസിന് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ബെഡാണ് ആംബ്യൂട്ടേഷൻ ബെഡ്. അതിൻ്റെ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടേക്ക് ദ വെയ്റ്റ് ഓഫ് ദ ക്ലോത്ത്സ് ഓഫ് ദ സൈഡ് ഓഫ് ആംബ്യൂട്ടേറ്റഡ് ലിംബ് ഓർ സ്റ്റംപ്. മുറിച്ച് മാറ്റപ്പെട്ട ഭാഗത്ത് ഷീറ്റോ ബെഡ് ക്ലോത്തോ വീണ് വെയ്റ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. കീപ് ദ സ്റ്റംപ് ഇൻ ഗുഡ് പൊസിഷൻ. നമ്മൾ ഈ മുറിച്ച് മാറ്റപ്പെട്ട ബാക്കി ഭാഗത്തിന് സ്റ്റംപ് എന്നാണ് പറയുന്നത്. ആ സ്റ്റംപ് നല്ല പൊസിഷനിൽ വെക്കാൻ. വാച്ച് സ്റ്റംപ് ഫോർ ഹെമറേജ്. ആ സ്റ്റംപിൽ നിന്ന്, അതായത് മുറിച്ച് മാറ്റപ്പെട്ട ബാക്കി ഭാഗത്തിൽ നിന്ന് എന്തെങ്കിലും ബ്ലീഡിങ്ങോ രക്തസ്രാവോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ ഈസ് ബ്ലാങ്കറ്റ് ബെഡ്. ഇറ്റ് ഈസ് മെയ്ഡ് ഫോർ എ ക്ലയൻറ്റ് വിത്ത് റുമാറ്റിസം ആൻഡ് റീനൽ ഡിസീസ്. റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, അതായത് വാദമുള്ള പേഷ്യൻറ്റിനും കിഡ്നി സംബന്ധമായ രോഗമുള്ള പേഷ്യൻറ്റിനും നമ്മൾ ബ്ലാങ്കറ്റ് ബെഡ് പ്രിപ്പയർ ചെയ്യുന്നു. ഇൻഡിക്കേഷൻ ടു പ്രൊവൈഡ് എക്സ്ട്രാ വാംത്ത് ടു ദി പേഷ്യൻറ്റ്. ഇതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് എക്സ്ട്രാ വാംത്ത് പേഷ്യൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലാങ്കറ്റ് ബെഡ് പ്രിപ്പയർ ചെയ്യുന്നത്. GDS റെസ്പോൺസിബിലിറ്റി ഇൻ ബെഡ് മേക്കിംഗ്. എന്താണ് ബെഡ് മേക്കിംഗ് ചെയ്യുമ്പോൾ GDAയുടെ ഉത്തരവാദിത്തം? ചെക്ക് ദ പ്രിസ്ക്രിപ്ഷൻ ഓർ പേഷ്യൻറ്റ് ചാർട്ട് ഫോർ എനി സ്പെസിഫിക് റിക്വയർമെൻറ്റ് റിഗാർഡിംഗ് ദ മൂവ്മെൻറ്റ് ആൻഡ് പൊസിഷനിങ് ഓഫ് ദി പേഷ്യൻറ്റ്. ബെഡ് മേക്കിങ്ങിന് പോകുന്നതിന് മുൻപ് ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ നോക്കണം, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ചാർട്ട് നോക്കണം. എന്തെങ്കിലും പ്രത്യേക തരമായിട്ട് പേഷ്യൻറ്റിനെ മൂവ് ചെയ്യാനോ പൊസിഷൻ ചെയ്യാനോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാൻ. അസസ് ഇഫ് ദ പേഷ്യൻറ്റ് ക്യാൻ പെർഫോം സെൽഫ് കെയർ ആക്ടിവിറ്റീസ്. പേഷ്യൻറ്റിന് തനിയെ പേഷ്യൻ്റ് ദിനചര്യകൾ ചെയ്യാനായിട്ട് പറ്റുന്നതാണോ എന്ന് നമ്മൾ അസസ് ചെയ്യണം അല്ലെങ്കിൽ മനസ്സിലാക്കണം. ചെക്ക് ഇഫ് ദെയർ ആർ ആഡിക്വേറ്റ് ഫർണിച്ചർ ആൻഡ് ലിനൻ ഫോർ ദി പേഷ്യൻറ്റ് യൂണിറ്റ്. അതായത് പേഷ്യൻ്റ് യൂണിറ്റിൽ ആവശ്യമായിട്ടുള്ള ഫർണിച്ചറും ലിനൻ എന്ന് പറഞ്ഞ ഷീറ്റുകളും ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അസസ് ദ റിക്വയർമെൻറ്റ് ഫോർ ദ നമ്പർ ഓഫ് ക്ലീൻ ലിനൻ ആൻഡ് അതർ ബെഡ് ആർട്ടിക്കിൾസ് സച്ച് ആസ് ബ്ലാങ്കറ്റ്സ്, ബാക്ക് റെസ്റ്റ് എക്സെട്ര നീഡഡ് ഫോർ ദ കംഫർട്ട് ഓഫ് ദി പേഷ്യൻറ്റ്. പിന്നീട് GDS ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ക്ലീൻ ലിനൻ എത്ര എണ്ണം ഉണ്ട്, ബെഡ് ആർട്ടിക്കിൾസ് എല്ലാം ഉണ്ടോ, അതായത് ബാക്ക് റെസ്റ്റ്, ബ്ലാങ്കറ്റ്സ് പോലുള്ള ആർട്ടിക്കിൾസ് ഉണ്ടോ, പേഷ്യൻറ്റിൻ്റെ സുഖത്തിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ പേഷ്യൻ്റ് യൂണിറ്റിൽ ഉണ്ടോ എന്ന് അസസ് ചെയ്യണം അല്ലെങ്കിൽ പരിശോധിക്കണം. നെക്സ്റ്റ് വൺ ഈസ് ചേഞ്ച് ദ ലിനൻ. ആവശ്യമുള്ളപ്പോൾ ബെഡ്ഷീറ്റ് മാറ്റി നമ്മൾ കൊടുക്കണം. ഓൾഡ് ഏജ്.
വാർദ്ധക്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഏജിങ്, ഓൾഡ് ഏജ് റിസൾട്ട് ഓഫ് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ചേഞ്ചസ് കോസ്ഡ് ബൈ കണ്ടിന്യൂസ് ഫങ്ഷനിങ്. ശാരീരികവും മാനസികവുമായ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന ക്ഷീണത്തെയാണ് ഓൾഡ് ഏജ് എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് വൺ, ബയോളജിക്കൽ ഏജിങ്. Biological aging is that aging occurs as you gradually accumulate damage to various cells and tissues in the body. പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ വാർദ്ധക്യം ഉണ്ടാകുമ്പോൾ ഗ്രാജുവലായിട്ട്, അതായത് പയ്യെ പയ്യെ കോശങ്ങൾക്ക് ഡാമേജ് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ബയോളജിക്കൽ ഏജിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഫാക്ട് അബൌട്ട് ഏജിങ്. പ്രായമാകുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. എൽഡർലി men are likely to live with a spouse while elderly women are more likely to live alone. പ്രായമായിട്ടുള്ള പുരുഷന്മാർക്ക് അവരുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കാനാണ് ഇഷ്ടം. എന്നാൽ എൽഡർലി വുമണിന്, അതായത് പ്രായാധിക്യമായ അല്ലെ വാർദ്ധക്യമായ സ്ത്രീകൾക്ക് തനിയെ താമസിക്കാനാണ് ഇഷ്ടം. ഓൾഡർ അഡൽട്സ് വിൽ ബാറ്റിൽ അറ്റ്ലീസ്റ്റ് one chronic condition or illness such as heart disorders, arthritis or osteoporosis. ഓൾഡർ അഡൽട്ട്, അതായത് പ്രായമാകുമ്പോഴത്തേക്കും ഒരു ക്രോണിക് കണ്ടീഷൻ അല്ലെങ്കിൽ ഇൽനെസ് പേഷ്യൻറ്റിനുണ്ടാകും. എന്തെങ്കിലും ഹൃദയ സംബന്ധമായ രോഗങ്ങളായിരിക്കും, വാദസംബന്ധമായ രോഗങ്ങളായിരിക്കും, തേയ്മാനങ്ങൾ ആയിരിക്കും. വുമൻ ഡോണ്ട് ഗെറ്റ് എനി ഫിസിക്കൽ ആക്ടിവിറ്റി. സ്ത്രീകൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറവായിരിക്കും. സീനിയർ സിറ്റിസൺസ് ആർ വിക്ടിംസ് ഓഫ് എൽഡർ അബ്യൂസ്, the intentional acts by a caregiver that lead to physical, psychological or emotional harm. അതായത് പ്രായമുള്ള ആൾക്കാരിൽ പീഡനത്തിന് സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ കെയർ ഗീവർ അവർക്ക് കൊടുക്കുന്ന പീഡനം, അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും വൈകാരികമായിട്ടുമുള്ള പീഡനങ്ങൾ കെയർ ഗീവറും കൊടുക്കാറുണ്ട്. ഫോൾസ് ആർ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഓൾഡർ അഡൽട്ട് ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറീസ് ആൻഡ് ലീഡ് ടു ഡെത്ത്. പ്രായമുള്ളവർ വീഴാൻ വളരെ സാധ്യത കൂടുതലല്ലേ. അപ്പോൾ വീഴ്ചയിൽ കൂടി ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടാവുകയും അതുവഴി മരണം വരെ സംഭവിക്കുകയും ചെയ്യുന്നു. ഓൾഡർ അഡൽട്ട് എക്സ്പീരിയൻസസ് സം മെൻ്റൽ ഡിസോർഡർ ഇൻക്ലൂഡിങ് ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റി ആൻഡ് ഡിമെൻഷ്യ. പ്രായമുള്ള ആൾക്കാരിൽ മാനസികമായ ബുദ്ധിമുട്ടുകൾ, അതായത് ഡിപ്രഷൻ, വിഷാദ രോഗങ്ങൾ, ആങ്സൈറ്റി, മറവി രോഗങ്ങൾ എല്ലാം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നെക്സ്റ്റ് വണ്ണിൻ മിത്സ് അബൌട്ട് ഏജിങ്. ചില മിഥ്യാധാരണകൾ ഉണ്ട് പ്രായമുള്ളവരിൽ. എന്തൊക്കെയാണെന്ന് നോക്കാം. ആൻ ഓൾഡ് ഏജ് ബിഗിൻസ് അറ്റ് 65 years ഓഫ് ഏജ്. 65 വയസ്സാകുമ്പോഴത്തേക്കും വാർദ്ധക്യത്തിലെത്തുമെന്ന് അവരുടെ ധാരണ. മോസ്റ്റ് ഓൾഡർ അഡൽട്സ് ലീവ് ഇൻ നഴ്സിംഗ് ഹോംസ്. നഴ്സിംഗ് ഹോംസിലാണ് പ്രായമുള്ള ആൾക്കാർ താമസിക്കുന്നത്. എ മോസ്റ്റ് ഓൾഡർ പീപ്പിൾ ഫീൽ മിസറബിൾ ആൻഡ് ഡിപ്രസ്ഡ്. വിഷാദവും ദയനീയതയുമാണ് പ്രായമുള്ളവർക്കുണ്ടാവുന്നത്. ഓൾഡർ പീപ്പിൾ വിൽ ഗെറ്റ് ഡിമെൻഷ്യ. ഓർമ്മക്കുറവ് ഉണ്ടാവുന്നു. ഓൾഡർ പീപ്പിൾ കനോട്ട് വാക്ക് ആസ് ഇഫക്റ്റീവ്ലി ആസ് യങ്ങർ പീപ്പിൾ. പ്രായം കുറഞ്ഞ ആൾക്കാർ ജോലി ചെയ്യുന്നത് പോലെ ഇഫക്റ്റീവായിട്ട് പ്രായമുള്ളവർക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് അവരുടെ ധാരണ. പ്രായമുള്ള ആൾക്കാരുടെ മിഥ്യാധാരണയാണ്. ആൻഡ് ഓൾഡർ പീപ്പിൾ ഹാവ് ടു ഗീവ് അപ്പ് ഡ്രൈവിംഗ്. പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവിങ് ഒഴിവാക്കണം. ഓൺലി വുമൺ നീഡ് ടു വറി അബൌട്ട് ഓസ്റ്റിയോപൊറോസിസ്. സ്ത്രീകൾ അവർക്ക് എപ്പോഴും തേയ്മാനം വരുമെന്ന് വിശ്വസിക്കുകയാണ്. ആൻഡ് ഓൾഡ് പീപ്പിൾ ക്വിറ്റ് സ്മോക്കിംഗ്. പ്രായമായി കഴിഞ്ഞാൽ പുകവലി അവോയ്ഡ് ചെയ്യണം. മിത്സ് അബൌട്ട് ഏജിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്, മിഥ്യാധാരണകൾ. നെക്സ്റ്റ്, ദ കോമൺ ഹെൽത്ത് പ്രോബ്ലംസ്. പ്രോബ്ലംസ് ഡ്യൂ ടു ഏജിങ് പ്രോസസ്സ്. എന്തൊക്കെ പ്രോബ്ലംസ് ആണ് പ്രായാധിക്യത്തിൽ ഉണ്ടാകുന്നത്? സിനൈൽ കാറ്ററാക്ട്, തിമിരം. ഗ്ലോക്കോമ, കണ്ണിൽ പ്രഷർ കൂടിയിട്ട് കണ്ണിൻ്റെ കാഴ്ച വരെ നശിക്കും. നെർവ് ഡെഫ്നെസ്, കേൾവിക്കുറവുണ്ടാവുന്നു. ഓസ്റ്റിയോപൊറോസിസ്, തേയ്മാനം ഉണ്ടാവുന്നു. ഫെയിലർ ഓഫ് സ്പെഷ്യൽ സെൻസസ്, അതായത് കേൾവിക്കുറവുണ്ട്, കാഴ്ചക്കുറവുണ്ട്, മണമില്ല, തൊട്ടാൽ അറിയത്തില്ല, ഇതിനെല്ലാം ചേഞ്ചസ് ഉണ്ടാകും. ചേഞ്ചസ് ഇൻ മെൻ്റൽ ഔട്ട്ലുക്ക്, അതായത് മാനസികമായ പിരിമുറുക്കങ്ങളും ഉണ്ടാകുന്നു. നെക്സ്റ്റ് പ്രോബ്ലം അസോസിയേറ്റഡ് വിത്ത് ലോങ് ടേം ഇൽനസ്. ഒത്തിരി കാലം നീണ്ടു നിൽക്കുന്ന രോഗങ്ങൾ. ഡിസീസസ് ഓഫ് ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്, രക്തവും ധമനികളും ഹൃദയ സംബന്ധമായ രോഗങ്ങളുണ്ടാവുന്നു. ക്യാൻസർ ഉണ്ടാവുന്നു. ആക്സിഡൻറ്റ്സ് ഉണ്ടാവുന്നു. ഡയബറ്റീസ്, പ്രമേഹം ഉണ്ടാവുന്നു. റെസ്പിറേറ്ററി ഇൽനസ്, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുണ്ടാവുന്നു. എൻലാർജ്മെൻറ്റ് ഓഫ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലുള്ള വീക്കമുണ്ടാവുന്നു. ഡിസ്യൂറിയ, മൂത്രക്കടച്ചിലുണ്ടാവുന്നു. നൊക്ചൂറിയ, രാത്രി ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകുന്ന രോഗമുണ്ടാവുന്നു. ഫ്രീക്വൻസി ആൻഡ് ഏർജൻസി ഓഫ് മിക്ചറേഷൻ, എപ്പോഴും യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നുന്നു.
നെക്സ്റ്റ് വൺ ഈ സൈക്കോളജിക്കൽ പ്രോബ്ലം. ഇമ്പയർഡ് മെമ്മറി, അതായത് ഓർമ്മക്കുറവുണ്ടാകുന്നു. മെൻ്റൽ ചേഞ്ചസ്, മാനസികമായ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. ഇമോഷണൽ ഡിസോർഡേഴ്സ്, വൈകാരികമായ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും സൈക്കോളജിക്കൽ പ്രോബ്ലംസിൽ ഉണ്ടാകുന്നു. കോമൺ ഏജിങ് ചേഞ്ചസ്, എന്തൊക്കെ ചേഞ്ചസ് ആണ് പ്രായമാകുമ്പോഴത്തേക്കും ഉണ്ടാകുന്നത്? ഇൻഡഗുമെൻ്ററി സിസ്റ്റം, അതായത് സ്കിന്നിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെ? ലോസ് ഓഫ് സ്കിൻ ഇലാസ്റ്റിസിറ്റി വിത്ത് ഫാറ്റ് ലോസ് ഇൻ എക്സ്ട്രിമിറ്റീസ്, സ്കിന്നിലുണ്ടാകുന്ന ഇലാസ്റ്റികത നഷ്ടപ്പെട്ടിട്ട് കൊഴുപ്പ് കുറയുന്നു. ഹെയർ ടേണിങ് ഗ്രേ ഓർ വൈറ്റ്, വെള്ള നര മുടി ഉണ്ടാകുന്നു. തിന്നിങ് ഓഫ് ഹെയർ ആൻഡ് ഹെയർ ലോസ്, മുടികൾക്ക് ബലം കുറഞ്ഞിട്ട് മുടി കൊഴിച്ചിലുണ്ടാകുന്നു. റിങ്കിൾസ് അപ്പിയർ ഓൺ ദി സ്കിൻ, മുഖത്ത് ചുളിവുകളുണ്ടാകുന്നു അല്ലെങ്കിൽ തൊലിപ്പുറത്ത് ചുളിവുകളുണ്ടാകുന്നു. നെയിൽസ് ബിക്കം തിക്ക് ആൻഡ് ടഫ്, നഖങ്ങൾ ഭയങ്കര കട്ടിയുള്ളത് ആവുന്നു. പ്രഷർ സോഴ്സ് ഡെവലപ്പ്, ശയ്യാവരണങ്ങളുണ്ടാവുന്നു. ഫീറ്റ്സ് യൂഷ്വലി ഹാവ് പുവർ സർക്കുലേഷൻ, നമ്മുടെ കാൽപാദങ്ങളിൽ രക്തയോട്ടം കുറയുന്നു. എ നിക്ക് ഓർ കട്ട്സ് ലീഡ്സ് ടു ഇൻഫെക്ഷൻ, എവിടെ തട്ടുകയോ മുറിയുകയോ ചെയ്യുമ്പോഴത്തേക്കും അതങ്ങ് അണുബാധ ഉണ്ടാകുന്നു. ഇനിയും റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഉള്ള ചേഞ്ചസ് നോക്കാം. ഡിക്രീസ്ഡ് കഫ് റിഫ്ലക്സ്, ചുമയ്ക്കാനുള്ള പേഷ്യൻറ്റിൻ്റെ ടെൻഡൻസി കുറയുന്നു. ഇലാസ്റ്റിസിറ്റി ഓഫ് ലങ് ടിഷ്യൂ ഡിക്രീസസ്, അതായത് ലങ് ടിഷ്യൂവിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറഞ്ഞിട്ട് റെസ്പിറേറ്ററി മസിൽസ് വീക്കൻ ആവുന്നു. ഡിസ്നിയമേ ഒക്കെ ശ്വാസം മുട്ടലുണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. നെക്സ്റ്റ് വൺ സർക്കുലേറ്ററി സിസ്റ്റം. എഫിഷ്യൻസി ഓഫ് ഹാർട്ട് മസിൽ ഡിക്രീസസ് ആൻഡ് ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ ഓഫ് ദ ഹാർട്ട് റെഡ്യൂസസ്, ഹാർട്ട് മസിലിൻ്റെ എഫിഷ്യൻസി കുറയുകയും അതോടൊപ്പം തന്നെ രക്തധമനികളിൽ ചുരുക്കം കുറയുകയും ചെയ്യുന്നു. ഇലാസ്റ്റിസിറ്റി ഓഫ് ദ ബ്ലഡ് വെസൽ റെഡ്യൂസ്, രക്തധമനികളുടെ ഇലാസ്റ്റിസിറ്റി നശിക്കുന്നു. നെക്സ്റ്റ് വൺ മസ്കുലാർ സിസ്റ്റം. മസിൽസ് അട്രോഫി അല്ലെങ്കിൽ ഷ്രിങ്ക് എന്ന് നമ്മൾ പറയും. മസിൽസ് എല്ലാം ശോഷിക്കും. ജോയിൻറ്റ്സ് ബിക്കം സ്റ്റിഫ് ആൻഡ് പെയിൻഫുൾ, ജോയിൻറ്റുകളൊക്കെ ഭയങ്കരമായിട്ട് സ്റ്റിഫാവും. അങ്ങനെ നൂർക്കാനും മടക്കാനും പറ്റാത്ത അവസ്ഥയാകുമ്പോൾ അത് കൂടുതൽ വേദനാജനകമായിരിക്കും, പെയിൻഫുൾ ആയിരിക്കും. ഹിപ്പ് ആൻഡ് നീ ബിക്കം സ്ലൈറ്റ്ലി ഫ്ലെക്സ്ഡ് അല്ലെങ്കിൽ ബെൻഡ്, നമ്മുടെ മുട്ടും ഹിപ്പും അതായത് ഇടുപ്പ് ഭാഗവും മുമ്പോട്ട് ബെൻഡ് ചെയ്യും. ലോസ് ഓഫ് മസിൽ സ്ട്രെങ്ത്, മസിൽസിനൊക്കെ സ്ട്രെങ്ത് കുറയുകയും ചെയ്യും. നെക്സ്റ്റ് വൺ ഈസ് നെർവസ് സിസ്റ്റം. റിഡക്ഷൻ ഇൻ ദ നെർവസ് സെൽസ്, അതായത് തലയിലുള്ള നെർവ് സെൽസ് റെഡ്യൂസ് ചെയ്യുന്നു. ചേഞ്ചസ് ഇൻ ദ സ്ലീപ്പ് പാറ്റേൺ, നമ്മുടെ ഉറക്കത്തിൻ്റെ പാറ്റേണിൽ മാറ്റം വരുന്നു. കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. ഡിസിനസ്, ക്ഷീണം. ആൻഡ് ഇൻക്രീസ് റിസ്ക് ടു ഫോൾ, മറിഞ്ഞു വീഴാനായിട്ട് കൂടുതൽ സാധ്യത ഉണ്ടാകുന്നു. നെക്സ്റ്റ് വൺ ഈസ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ലെസ് പ്രൊഡക്ഷൻ ഓഫ് ദ സലൈവ, അതായത് ഉമിനീര് ഗ്രന്ഥികളുടെ പ്രവർത്തനം കുറയുന്നു. അതുകൊണ്ട് പ്രവർത്തനക്ഷമത കുറയുന്നത് കൊണ്ട് സലൈവയുടെ പ്രൊഡക്ഷനും കുറയുന്നു. ലാക്ക് ഓഫ് സെൻസ് ഓഫ് ടേസ്റ്റ് ആൻഡ് സ്മെൽ, ടേസ്റ്റും സ്മെല്ലും അറിയാനുള്ള സെൻസ് നഷ്ടപ്പെടുന്നു. ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്, വിശപ്പില്ലായ്മയുണ്ടാവുന്നു. ഡിഫിക്കൽട്ടി ഇൻ ഡൈജഷൻ, ദഹനക്കുറവുണ്ടാവുന്നു. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നു, അതായത് മലബന്ധം ഉണ്ടാവുന്നു. ഫ്ലാറ്റുലൻസ് ഉണ്ടാവുന്നു. ഫ്ലാറ്റുലൻസ് എന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ അസുഖം ഉണ്ടാവുന്നു. സെൻസ് ഓർഗൻസ്. ടച്ച്, സ്മെൽ, ടേസ്റ്റ്, സൈറ്റ് ആൻഡ് ഹിയറിംഗ് ആർ അഫക്റ്റഡ് ബൈ ഏജിങ്. തൊടുന്നത്, മണം, രുചി, കാഴ്ച, കേൾവി, ഇതിനെയെല്ലാം ഏജിങ് ബാധിക്കും. റെഡ്യൂസ് സെൻസിറ്റീവ് ടു ടച്ച് ആൻഡ് പെയിൻ, തൊടുന്നതും വേദനയും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും കൊണ്ടാലും അതിനെയൊക്കെ സഹിക്കാനുള്ള ശേഷി കുറയുന്നു. സ്മെൽ ആൻഡ് ടേസ്റ്റ് ആർ ഡിക്രീസ്ഡ്, മണവും രുചിയും കുറയുന്നു. എബിലിറ്റി ടു ഫീൽ ഹീറ്റ് ആൻഡ് കോൾഡ് ഈസ് റെഡ്യൂസ്ഡ്, അധികം തണുപ്പും അധികം ചൂടും താങ്ങാനുള്ള ശരീരത്തിന് ശേഷി കുറയുന്നു. മോർ പ്രോൺ ടു ഗെറ്റ് ഇഞ്ചുറി, പെട്ടെന്ന് മുറിവുകൾ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ടാകുന്നു. നെക്സ്റ്റ് ഈസ് ദ ഐസ്. ഐലിഡ്സ് ബിക്കം തിന്നർ ആൻഡ് റിങ്കിൾഡ്, ഐലിഡ്സ് വളരെ തിന്നാവുകയും റിങ്കിൾസ് വീഴുകയും ചെയ്യുന്നു. ടിയർ സെക്രീഷൻസ് ലെസൺ, കണ്ണുനീരിൻ്റെ അളവ് കുറയുന്നു. സ്മോളർ പീപ്പിൾസ് ആർ ലെസ് റെസ്പോൺസീവ് ടു ലൈറ്റ്, പീപ്പിൾസ് സ്മോളർ ആകും, ലൈറ്റിനോടുള്ള റെസ്പോൺസ് കുറയും. ഫാർ ആൻഡ് നിയർ വിഷൻ, ദൂരക്കാഴ്ചയും അടുത്തുള്ള കാഴ്ചയ്ക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഇൻക്രീസ് സെൻസിറ്റിവിറ്റി ടു ഗ്ലെയർ, കണ്ണിലേക്ക് വെട്ടം അടിക്കുമ്പോൾ പുളിപ്പ് അനുഭവപ്പെടുന്നു. നെക്സ്റ്റ് ഈസ് ദ ഇയർ. ഹിയറിംഗ് ലോസ് ഉണ്ടാവുന്നു, അതായത് കേൾവി ശക്തി നശിക്കുന്നു. ബിൽഡപ്പ് ഓഫ് ഇയർ വാക്സ്, നമ്മുടെ ചെവിക്കകത്ത് ഇയർ വാക്സിൻ്റെ അളവ് കൂടുന്നു. നെക്സ്റ്റ് വൺ ഈസ് ദ എൻഡോക്രൈൻ സിസ്റ്റം. ഓൾട്രേഷൻ ഇൻ ഹോർമോൺ പ്രൊഡക്ഷൻ വിത്ത് ഡിക്രീസ്ഡ് എബിലിറ്റി ടു റെസ്പോണ്ട് ടു സ്ട്രെസ്, ഹോർമോൺ പ്രൊഡക്ഷന് വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നു. പിന്നെ സ്ട്രെസ്സിനെ അതിജീവിക്കാനുള്ള കഴിവും കുറയുന്നു. നെക്സ്റ്റ് ഈസ് ദ സെക്ഷൽ ആക്ടിവിറ്റി. ഡിക്രീസ്ഡ് സെക്ഷൽ ആക്ടിവിറ്റി, സെക്ഷൽ ആക്ടിവിറ്റിയോടുള്ള താല്പര്യം വളരെയധികം
കുട്ടികളെ, നിങ്ങളുടെ അസൈൻമെൻറ്റ് enlist the common types of bed used in the hospital. Write a short note on role of GDA in the care of patient with fever. Bluish discoloration of the skin and mucous membrane caused by lack of oxygen in the tissues is called dash. Describe the common health problems of old age. Difference between tachycardia and bradycardia. ഈ അസൈൻമെൻറ്റ് നിങ്ങൾ എഴുതി നിങ്ങളുടെ ടീച്ചേഴ്സിന് പോസ്റ്റ് ചെയ്ത് കൊടുക്കണം. പോർഷൻസൊക്കെ എല്ലാവരും ഭംഗിയായിട്ട് പഠിക്കണം. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.